ഹലോ SRS വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മള് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ട്. അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കില് ഫസ്റ്റ് നമ്മള് ഒരു വീഡിയോ ഇട്ടതിൽ ഒരു കമന്റ് വന്നിരുന്നു, എന്തൊക്കെ ഫുഡുകളാണ് കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാളിപ്പോൾ ജിമ്മ് അതായത് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഗെയിനിങ്ങിന് വരുന്ന ആൾക്കാരുണ്ടാവും, വെയിറ്റ് ലോസിനുള്ള ആൾക്കാരുണ്ടാവും, ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. എന്തിനും ഫുഡാണ് മെയിൻ വരുന്നത്. അതായത് 80-70% ഫുഡാണ്. ഒരു 30% നിങ്ങൾ വർക്കൗട്ടിൽ നിങ്ങളെ ബോഡി മാറുള്ളൂ. അപ്പം നമ്മൾ കിച്ചണിൽ തുടങ്ങണം എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ഗെയിനിങ്ങിന് ഒരാളാണെങ്കിൽ അവരിപ്പോൾ പിന്നെ മെയിൽ സെറ്റ് ചെയ്യാണ്, ഒരു 6 മെയിലൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ 4 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കുക. അപ്പോൾ എന്താക്കും, അവർക്ക് ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. അതായത് വർക്കൗട്ടിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്താക്കുക, ബ്രൗൺ ബ്രെഡ് പീനട്ട് ബട്ടർ, ബ്രൗൺ ബ്രെഡ് വരും 2 പീനട്ട് ബട്ടർ കഴിച്ചിട്ട് അങ്ങനെ കഴിച്ച് വരിക. അപ്പോൾ കലോറീസ് ആണ്, കലോറീസ് അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ നോക്കുക. കലോറിയാണ് നമുക്കിവിടെ എനർജി ആക്കി മാറുന്നത്, എനർജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കളി കഴിഞ്ഞിട്ട് ഇതുപോലെ കൊടുക്കാൻ നോക്കുക. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ബാറ്ററി ലോ ആവും. അതായത് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കളിക്കുമ്പോൾ ഓല് നടക്കുന്ന മുതൽ വർത്താനം പറയുന്ന മുതൽ എങ്ങനെ എനർജി പോകുന്നതാണ്. എനർജി പോയി കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ ഫുള്ള് ലോ ആയിരിക്കും. പിന്നെ അവരെന്ത് കൊടുക്കണം, പ്രോട്ടീൻ കൊടുക്കുകയാണെങ്കിലും കലോറി കൊടുക്കുകയാണെങ്കിലും അവിടുത്തെ ആദ്യം ബാറ്ററി ഫില്ല് ചെയ്യും. എന്നിട്ട് അതിന് ശേഷമേ നമ്മളെ അടുത്ത പ്രോസസ്സ് നടക്കുള്ളൂ. അപ്പോൾ എന്താക്കുക, അതേപോലെ തന്നെ ബ്രൗൺ ബ്രെഡും പീനട്ട് ബട്ടറും കൊടുക്കുക. പിന്നെ അതിന് ശേഷം എന്തെങ്കിലും ജ്യൂസ് പോലത്തെ എന്തെങ്കിലും ഉപയോഗിക്കുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, കട്ടിയുള്ള വസ്തുവാണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും അത് സജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ശരീരത്തിൽ പ്രോട്ടീനായിട്ട് എടുക്കാൻ. 45 മിനിറ്റാണ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ കിട്ടേണ്ട ടൈം. ഈ 45 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ 1.5 മണിക്കൂർ സാധനം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഒരു മുട്ടയോ എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. ഈ എന്താക്കുക, 45 മിനിറ്റിൻ്റെയൊക്കെ എന്താക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ ഒരു വള്ളം പോലത്തെ ഇതിൽ എന്താക്കുക 20 മിനിറ്റിൻ്റെ ഉള്ളിൽ കിട്ടും. അതായത് ജ്യൂസ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ആക്കുക. ഒന്നിലെ നട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് ജ്യൂസ് അടിക്കുക. എല്ലാം സപ്ലിമെൻ്റ് എന്തെങ്കിലും, പിന്നെ പൈസ ഉള്ളവരാണെങ്കിൽ കുറച്ച് സപ്ലിമെൻ്റ് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡറോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക, നല്ല നോക്കിയിട്ട്. അതായത് അല്ലെങ്കിൽ എന്താക്കുക, നമ്മളിപ്പോൾ അവക്കാഡോ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ആക്കിയിട്ട് ഉപയോഗിക്കുക. പിന്നെ സാധാ പോലെ ഒരു നാസ്ത കഴിക്കുക. അതായത് അവിടുത്തെ പ്രോസസ്സ് കഴിഞ്ഞതിനുള്ള കാര്യമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള ഭക്ഷണമാണ്. അപ്പോൾ അതിനുള്ളത് കാര്യങ്ങളും വേണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താക്കുക, സാധാ പോലെ നാസ്ത കഴിക്കുക. പിന്നെ ഉച്ചക്ക് എന്തെങ്കിലും കുറച്ച് റൈസോ കുറച്ച് ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. പിന്നെ ഒരു 3 മണി 4 മണിയൊക്കെ ആകുന്ന ടൈം ആകുമ്പോൾ എന്താക്കുക, കുറച്ച് ഫ്രൂട്ട്സുകൾ, കുറച്ച് എന്തെങ്കിലും സലാഡോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രീൻ ടീയോ അല്ല ഒരു ബ്ലൂ കോഫിയോ എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ എന്താക്കുക, ഒന്ന് ഒരു 6 മെയിലാക്കുക. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഓട്സ് ഉപയോഗിക്കുക ഒരു ടൈം. പിന്നെ അതുപോലെ ഗ്രീൻ ടീ കൊടുക്കുക ഒരു ടൈം. പിന്നെ ഫാറ്റ് ഓവറുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഷുഗർ ഒഴിവാക്കുക. പിന്നെ കൊക്കക്കോള, പെപ്സി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. പാക്കറ്റ് ഭക്ഷണങ്ങളൊക്കെ കുറേയൊക്കെ കുറയ്ക്കുക. എന്നാൽ തന്നെ ബോഡി നമ്മളത് മാറും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇപ്പം നമ്മളിപ്പോൾ പാക്കറ്റ് ഭക്ഷണങ്ങളായിരിക്കും, പുറത്തുനിന്നുള്ള ഹോട്ടലിലുള്ള ഭക്ഷണങ്ങളായിരിക്കും, എണ്ണക്കടികളായിരിക്കും ഓവർ കഴിക്കുക. ചിലർ എണ്ണക്കടിക്ക് അഡിക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചിട്ട് എന്താക്കുക, നമുക്ക് ഇങ്ങനത്തെ കുറച്ച് നിങ്ങൾക്ക് തന്നെ യൂട്യൂബ് പോലെയോ ഏതെങ്കിലും നോക്കിയാൽ അറിയാൻ കഴിയും. ഓട്സ് ഒക്കെ പല വിധത്തിൽ, അത് ഒരേപോലെ തന്നെ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ കഴിക്കുന്നത് ഒരേ ടൈം ഒരേ സാധനത്തിൽ തന്നെ ഇതാക്കാതെ പെട്ടെന്ന് മാറ്റി ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ മാറ്റി കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ടേസ്റ്റും ആവും, നമുക്ക് കഴിക്കാനും തോന്നും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താക്കുക, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ബോഡി മാറും. അപ്പോൾ ഇനിയും ഇതുപോലത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിന്നെ മെസ്സേജുകളായിട്ട് വരാം. അപ്പോൾ ആ മെസ്സേജുകളെ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, എന്തായാലും അതിനനുസരിച്ച് നമുക്ക് ഗ്രോത്ത് പിന്നെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ വീഡിയോ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും ഇനി മുന്നോട്ടേക്കുള്ള വീഡിയോകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.